ഹായ് ഗായ്സ്, എല്ലാവർക്കും ഡെബീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാട്സപ്പ് യുഐൻ്റെ തന്നെ ചാറ്റ് റൂം സ്ക്രീനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുവരെ നമ്മൾ വാട്സപ്പിൻ്റെ ചാറ്റ് സ്ക്രീൻ ചെയ്തു, അതുപോലെ സ്റ്റാറ്റസ് സ്ക്രീൻ ചെയ്തു, കോൾ സ്ക്രീനും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ വാട്സപ്പിൻ്റെ തന്നെ ചാറ്റ് സ്ക്രീനിൻ്റെ അകത്ത് നമ്മൾ ഓരോ ടൈൽ ഉണ്ടാക്കിയത്. അപ്പം ആ ടൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചാറ്റ് റൂം സ്ക്രീനിലോട്ട് പോകണം. അതായത് നമ്മൾ ചാറ്റ്സ് കാണാൻ പറ്റണം. അതായത് നമ്മൾ മെസ്സേജസ് ഒക്കെ അയക്കില്ല, DM ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്ക്രീനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. നമുക്ക് തുടങ്ങാം. ഇത് നമ്മൾ ചാറ്റ് റൂം സ്ക്രീനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന UI. അപ്പം ഇത് കണ്ടോ, ഇവിടെ നമുക്കൊരു ആപ്പ് ബാർ ഉണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത വാട്സപ്പിൻ്റെ ആപ്പ് ബാർ അല്ല, ഒരു ഡിഫറെൻറ്റ് ഫോർമാറ്റിലാണ് ഈ ആപ്പ് ബാർ ഉണ്ടാക്കേണ്ടത്. നമ്മൾ അതായത് സ്ക്രാച്ചിൽ നിന്നായിരിക്കും കോഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വാട്സപ്പിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട് ചാറ്റ് സ്ക്രീനിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇമേജസിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മെസ്സേജസ്, ഡേറ്റ ആയിട്ട് കുറച്ച് മെസ്സേജസ് ഡിഫോൾട്ടായിട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ടെക്സ്റ്റ് ഫീൽഡ്, അതായത് നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ്. അപ്പം ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഫംഗ്ഷനാലിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ടെക്സ്റ്റ് മെസ്സേജ് നമ്മളിവിടെ എഴുതിയിട്ട് നമുക്കത് ആക്ച്വലി സെൻഡ് ചെയ്താൽ അത് നമുക്കിവിടെ ടെക്സ്റ്റ് ഒരു ബബിൾ ആയിട്ട് കാണാം. ഓക്കെ, ഒരു മെസ്സേജ് ബബിൾ ആയിട്ട് അത് കാണാൻ പറ്റും. ഇതുപോലെ നമ്മളാണ് സെൻഡ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു കളറിൽ നമുക്ക് ആ മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതെല്ലാം നമുക്ക് ഇന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാനിവിടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ എമുലേറ്റർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ നിന്ന് നമ്മൾ ചാറ്റ് റൂം സ്ക്രീനിലോട്ട് നാവിഗേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ചാറ്റ് ടൈൽസ് ഉണ്ട്. ഈ ചാറ്റ് സ്ക്രീനിൽ നമ്മൾ ചാറ്റ് ടൈൽസ് ആയിട്ട് ഒരു കമ്പോണൻ്റ് ആയിട്ടായിരുന്നു ഇട്ടത്. പ്രോജക്ട്സ് ഈ സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമ്മൾ കമ്പോണൻസിൻ്റെ അകത്ത് ചാറ്റ് ടൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചാറ്റ് ടൈലാണ് ഓരോ ടൈൽ എന്ന് പറയുന്നത് ഈ ചാറ്റ് ടൈലാണ്. അപ്പം ഇത് നമ്മൾ ഓരോ ചാറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇപ്പം നമ്മൾ കണ്ട UI, അതായത് ഈ ഒരു UI വരേണ്ട. ഓക്കെ, നമ്മളിവിടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു UIയിലോട്ട് പോകണം. ഓക്കെ, ഈ ഒരു സ്ക്രീനിലോട്ട് പോകണം. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് നമുക്ക് ആദ്യം കാണാം. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ ചാറ്റ് ടൈൽ എടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഈ കമ്പോണൻറ്റിനകത്ത് നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നാൽ നമുക്ക് ഓൺ ടാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. ഈ ലിസ്റ്റ് ടൈലിനകത്ത് ഓൺ ടാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓൺ ടാപ്പ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അത് ടാപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ ഈ കേസിൽ നമുക്ക് ചാറ്റ് റൂം സ്ക്രീനിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ക്രീൻ നാവിഗേഷൻ ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ കേർലി ബ്രേസസ് മാറ്റിയിട്ട് ഞാനൊരു ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതൊരു ആരോ പോലെയാണ് ഈ ഈക്വൽ ടു ഗ്രേറ്റർ ദാനും കൂടെ ഒരുമിച്ച് നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റിട്ടേൺ ആണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ചെയ്യാനുള്ളപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നാവിഗേറ്റ്, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യാം. നാവിഗേറ്റ് ഡോട്ട് പുഷ്, എന്നിട്ട് നമ്മൾ നെയിംഡ് അല്ല, അപ്പം ജസ്റ്റ് ആ സ്ക്രീനിലോട്ടാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. പുഷ്, അപ്പോൾ കോണ്ടെക്സ്റ്റ്, എന്നിട്ട് റൂട്ടിൻ്റെ അവിടെ നമ്മൾ മെറ്റീരിയൽ പേജ് റൂട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ബിൽഡർ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ കറണ്ട് കോണ്ടെക്സ്റ്റാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോണ്ടെക്സ്റ്റ്, അത് ബ്രാക്കറ്റിലാണ് കൊടുക്കേണ്ടത്. കോണ്ടെക്സ്റ്റ്, എന്നിട്ട് അത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അവിടെയാണ് നമ്മളുടെ സ്ക്രീൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ തൽക്കാലം ഒരു കണ്ടെയ്നർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശരിക്കും നമ്മുടെ സ്ക്രീനാണ് കൊടുക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ആ സ്ക്രീൻ ഒന്ന് ക്രിയേറ്റ് ചെയ്തിടാം. ഓക്കെ, ഇവിടെ നമ്മൾ സ്ക്രീൻസിൻ്റെ സെക്ഷൻ എടുത്തിട്ട് ഒരു ന്യൂ സ്ക്രീൻ ക്രിയേറ്റ്, അപ്പോൾ അതിന് വേണ്ടി ഒരു ഡാറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഡാറ്റ് ഫയൽ എടുക്കുക, എന്നിട്ട് ചാറ്റ് റൂം സ്ക്രീനിൽ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ചാറ്റ് റൂം സ്ക്രീൻ വന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മിനിമൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചാറ്റ് റൂം അതിൻ്റെ സ്കാഫോൾഡ് നമുക്ക് ഡിഫോൾട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ ഇമ്പോർട്ട് മെറ്റീരിയൽ ഡോട്ട് ഡാറ്റ് വേണം ഈ സ്കാഫോൾഡ്, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്സ് അതൊക്കെ കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആണ് നമുക്ക് ഫങ്ഷനാലിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചാറ്റ് റൂം സ്ക്രീൻ. ഓക്കെ, എന്നിട്ട് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു സ്കാഫോൾഡ്. ഓക്കെ, അതുപോലെ നമുക്കിവിടെ കുറച്ച് പാരാമീറ്റേഴ്സ് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ ഇപ്പം ഈ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. അതായത് ഈ ചാറ്റിൽ ഏത് ചാറ്റാണ് നമ്മൾ എടുക്കുന്നത് ആ ചാറ്റിൻ്റെ പേരും വരണം, അതുപോലെ അതിൻ്റെ ഇമേജും വരണം, പ്രൊഫൈൽ പിക്കും വരണം. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ആ പാരാമീറ്റേഴ്സ് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഡേറ്റ ഫീൽഡായിട്ട് കൊടുക്കാം.
അപ്പോൾ ഇവിടെ ഫൈനൽ സ്ട്രിങ് നെയിം, അതുപോലെ ഫൈനൽ സ്ട്രിങ് ഇമേജ് img. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനൊരു കൺസ്ട്രക്ടർ കൊടുക്കുക. അപ്പം ചാറ്റ് റൂം സ്ക്രീൻ ദിസ് ഡോട്ട് നെയിം ദിസ് ഡോട്ട് ഇമേജ്. ഓക്കെ, അപ്പോൾ ഇത്രയാകുമ്പോൾ നമുക്കൊരു ചാറ്റ് റൂം സ്ക്രീനിൻ്റെ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി തിരിച്ച് നമ്മുടെ ചാറ്റ് ടൈലിലോട്ട് പോവാം. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാറ്റ് ടൈൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നാവിഗേറ്റർ ഡോട്ട് പുഷ് കോൺടാക്ട്സ് ഇവിടെ നമ്മൾ കണ്ടെയ്നർ അല്ല കൊടുക്കേണ്ടത്, മറിച്ച് നമ്മളിവിടെ നമ്മുടെ പുതിയ സ്ക്രീൻ, അതായത് ചാറ്റ് റൂം സ്ക്രീനാണ് കൊടുക്കേണ്ടത്. ചാറ്റ് റൂം സ്ക്രീൻ. ഓക്കെ, അപ്പം ചാറ്റ് റൂം സ്ക്രീനിൽ ഇത് റിക്വയർഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് ശരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നെയിമും കൊടുക്കാം. നെയിം എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് തന്നെ നെയിമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ നെയിമാണ് ആളുടെ പേര്. അത് കഴിഞ്ഞ് അതിൻ്റെ അവിടെ കൂടെ തന്നെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്കിവിടെ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇമേജ് img തന്നെയാണ് അവിടെ. ഓക്കെ, അപ്പം ഇനി ഞാൻ ഇതൊന്ന് റൺ ചെയ്യുക. ഓക്കെ, ഓട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇനി ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്കാഫോൾഡ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ UI ബിൽഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ചാറ്റ് ടൈലിൻ്റെ ഇപ്പോഴത്തുള്ള നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ തീർന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചാറ്റ് റൂം സ്ക്രീനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാറ്റ് റൂം സ്ക്രീൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഡേറ്റ വേണം. ചാറ്റ് റൂം സ്ക്രീനിൽ നമ്മളിപ്പം കുറച്ച് മെസ്സേജസ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ വാട്സപ്പ് ഡേറ്റ തന്നെ പോവാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് മിനിമൈസ് ചെയ്യുക. ഇതുപോലെ നമ്മൾ മെസ്സേജസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു മാപ്പ് കൊടുക്കാം. ഓക്കെ, var chat messages, sorry, ഓക്കെ, എന്നിട്ട് അതിൽ നമ്മൾ ആ മെസ്സേജും അത് സെൻഡ് ചെയ്തത് ആരാണ്, നമ്മളാണോ അതോ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണോ സെൻഡ് ചെയ്തതെന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്, അതായത് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം കൊടുക്കാം നമുക്ക്. ഞാനത് മുകളിൽ ഇവിടെ തൽക്കാലം കൊടുത്തേക്കാം. ഇവിടെ വരുന്നത് മെസ്സേജും സെൻഡർ ആരാ, ഹൂ ഈസ് സെൻഡർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മെസ്സേജ് കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതേ മെസ്സേജസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഡേറ്റ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിവിടെ നേരത്തെ ഈ സ്ക്രീൻഷോട്ടിൽ കണ്ട മെസ്സേജസ് തന്നെയാണ് ഡേറ്റ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാറ്റ് മെസ്സേജസ്, നമ്മുടെ ഡേറ്റ. ഓക്കെ, നമ്മൾ ചാറ്റ് റൂം സ്ക്രീനിൽ തിരിച്ച് പോവാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. അതായത് ആ ഡേറ്റ നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇമ്പോർട്ട് ഡോട്ട് വാട്സപ്പ് ഡേറ്റ ഡോട്ട് ഡാറ്റ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. data is equal to data
ഓക്കെ, നമുക്കിത് വെച്ചിട്ട് നമ്മുടെ അതിലുള്ള വേരിയബിൾസിനെല്ലാം വിളിക്കാം. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ UI ക്രിയേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്ക് സ്കാഫോൾഡിൽ ആദ്യമായിട്ട് നമുക്കൊരു ആപ്പ് ബാർ കൊണ്ടുവരണം. ഓക്കെ, ആപ്പ് ബാർ നമുക്ക് ഇത്രയും ചെയ്തിട്ട് എങ്ങനെ ഇരിക്കും എന്ന് കാണാം. നമ്മുടെ UI ഞാൻ എമുലേറ്റർ എടുക്കുക. ഞാനൊന്ന് ഹോട്ട് റീലോഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള എമുലേറ്റർ ആപ്പ് ബാർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം സാധാരണ ഫ്ലട്ടറിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രൈമറി കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. അപ്പം അതുകൊണ്ടാണ് ബ്ലൂ കളർ വരുന്നേക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കളറൊക്കെ മാറ്റാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബാക്ക് ആരോ മാറ്റണം. അതിന് വേണ്ടി ഓട്ടോമാറ്റിക്കലി ഇംപ്ലൈ ലീഡിംഗ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് നമ്മൾ ഫോൾസ് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇത് കൺട്രോളേഴ്സ് പഠിച്ചാൽ ആരോ പോയി. നമുക്ക് അതിൻ്റെ കളർ മാറ്റാം. കളർ ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ, നമ്മുടെ വാട്സപ്പിൻ്റെ കളേഴ്സിൽ നമ്മുടെ ഡാർക്ക് ഗ്രീൻ കളറാണ്. അപ്പം അത് നിങ്ങൾക്ക് അതിൻ്റെ കോഡ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഇതാണ് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയ കോഡ്. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്ക് അടിച്ചു കൊടുത്താലും മതിയാവും. 0 ഓക്കെ, അതെങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, നമുക്ക് വാട്സപ്പിൻ്റെ ആ പച്ച കളർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി അതിനുള്ള കണ്ടൻസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒരു റോ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. കണ്ടൻസ് സാധാരണ ടൈറ്റിലിൻ്റെ സെക്ഷനിലാണ് വരുന്നത്. പിന്നെ നമ്മളത് റോ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, റോ അവിടെ തന്നെ നമ്മൾ ചിൽഡ്രൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ചിലർക്ക് ഈ പ്രൊഫൈൽ പിക്ക് ഉണ്ടാവാം, ചിലർക്ക് ഇല്ലാതെ ആവാം. ഓക്കെ, നമ്മൾ ചാറ്റ് സ്ക്രീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ചിലതിൽ ഇമേജ് ഉണ്ട്, ചിലതിൽ ഇമേജ് ഇല്ല. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഇവിടെയും കൊടുക്കണം. അപ്പം ഇവിടെ widget.image എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, widget.image നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ, അതായത് ഇമേജ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് വേണം. സർക്കിൾ അവതാർ, അതിനൊരു റേഡിയസ് കൊടുക്കാം. നമുക്കൊരു 18 കൊടുക്കാം. എന്നിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാം. ഓക്കെ, അപ്പം അതിൽ നമ്മൾ അസെറ്റ് ഇമേജാണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് ഇമേജ് നമ്മൾ കൊടുത്ത widget.image. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തത് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതുപോലെ ഇവിടെ ഇമേജ് ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ അത് എറർ കാണിക്കും. ഓക്കെ, ആണ് ഇവിടെ ഈ ഒരു എറർ കാണിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു കണ്ടെയ്നറിനകത്തായിട്ട് കൊടുക്കാം. ഒരു കണ്ടെയ്നർ ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കുക ഒരുപോലെ. വിഡ്ത്ത് ഒരു 36, ഹൈറ്റും 36. ഓക്കെ, അപ്പം ഈ റേഡിയസിൻ്റെ ഡബിൾ ആയിരിക്കണം ഈ വിഡ്ത്തും ഹൈറ്റും. ഓക്കെ, പിന്നെ നമുക്കൊരു ഡെക്കറേഷൻ പ്രോപ്പർട്ടി കൊടുക്കാം. ബോക്സ് ഡെക്കറേഷൻ. അതിൻ്റെ ഷേപ്പ് നമ്മൾ സർക്കുലർ ആക്കാനാണ് ഇവിടെ കൊടുക്കുന്നത് മെയിനായിട്ട്. അപ്പം ഷേപ്പ് ബോക്സ് ഷേപ്പ് ഡോട്ട് സർക്കിൾ. ഓക്കെ, അതുപോലെ കളർ നമുക്ക് വൈറ്റ് കൊടുക്കാം. വൈറ്റ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചൈൽഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബോക്സ് ഡെക്കറേഷന് പുറത്താം. ചൈൽഡ് എന്ന് പറയുന്നത് ഒരു ഐക്കണാണ്. ഓക്കെ, ഈ ഐക്കൺ എന്ന് പറയുന്നത് നമുക്ക് ഐക്കൺ ഡേറ്റ കൊടുക്കണം. അപ്പോൾ ഐക്കൺസ് ഡോട്ട് അക്കൗണ്ട്, നമ്മുടെ ഒരു സാധാരണ ഡിഫോൾട്ട് യൂസറിൻ്റെ ഒരു ഇമേജ്, അതാണ് നമ്മൾ അക്കൗണ്ട് ഈ ഐക്കൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അക്കൗണ്ട് സർക്കിൾ കൊടുക്കാം. എന്നിട്ടൊരു സൈസ് 36. അതുപോലെ കളറ് ഗ്രേ. അതിൻ്റെ ഒരു ഷെയ്ഡ് നമുക്ക് കൊടുക്കാം. ഷെയ്ഡ് 500 കൊടുക്കാം. കുറച്ച് അല്ലെങ്കിൽ ഒരുപാട് ലൈറ്റ് ആയി. അപ്പോൾ നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ അത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സൈസ്ഡ് ബോക്സ് കൊടുക്കാം. ഇവിടെ നമ്മൾ UI എടുത്ത് നോക്കിയാലും ഉണ്ടോ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതേ നമ്മൾ UIയോട് ഒരുപോലെ മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ആദ്യത്തെ ഹാപ്പി വില്യംസിൻ്റെ ചാറ്റ് എടുത്തത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൈസ്ഡ് ബോക്സ് കൊടുക്കാം. അപ്പം ഇടം വരെയാണ് ഉള്ളത്. കഴിഞ്ഞൊരു സൈസ്ഡ് ബോക്സ്. അതിനൊരു വിഡ്ത്ത് നമുക്കൊരു 8 കൊടുക്കാം. നമ്മൾ റോയിൽ എലിമെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പേരും അതിൻ്റെ ഓൺലൈൻ ആണോ അല്ലേ എന്നുള്ള സ്റ്റാറ്റസും കൊടുക്കും.
അപ്പം നമ്മൾ ഒരു കോളത്തിനകത്തായിരിക്കും അത് കൊടുക്കുന്നത്. ഒരു റോയിൻ്റെ ഒരു ചൈൽഡായിട്ടാണ് നമ്മളോട് കോളം കൊടുക്കുന്നത്. ഓക്കെ, കോളം അതിനൊരു ക്രോസ് ആക്സിസ് ലൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് സ്റ്റാർട്ടാണ്. ഓക്കെ, അപ്പം എല്ലാം ലെഫ്റ്റ് സൈഡഡ് ആയിട്ട് അലൈൻഡായി വരും. ഓക്കെ, ചിൽഡ്രനിൽ നമ്മൾ ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വിഡ്ജറ്റ് നെയിമാണ്. അപ്പം വിഡ്ജറ്റ് ഡോട്ട് നെയിം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം നമുക്ക്. ഓക്കെ, ആബി വില്യം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. സ്റ്റൈൽ ടെക്സ്റ്റ് സ്റ്റൈൽ കളർ വൈറ്റ് തന്നെയാണ്. ഒരു ഫോൺ സൈസ് നമുക്കൊരു കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ചൈൽഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാമെന്നുള്ള ടെക്സ്റ്റും കൂടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ വിഡ്ജറ്റ് ഡോട്ട് നെയിമിന് പകരം നമ്മൾ ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓൺലൈൻ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. എല്ലാവരും ഓൺലൈൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ സൈസ് ഒരു 14 മതിയാവും. ഒരു 15 മതിയാവും. അതുപോലെ അതിൻ്റെ വെയിറ്റും കൂടെ നമുക്ക് മാറ്റാം. അതായത് ബോൾഡ്നെസ് കുറച്ച് മാറ്റേണ്ടി വരും. ഇപ്പോൾ ഉള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഇത്തിരി അതിൻ്റെ ബോൾഡ്നെസ് തിക്നെസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം സ്റ്റൈലിൻ്റെ അകത്ത് തന്നെ ഫോണ്ട് വെയിറ്റ് എടുക്കുക. എന്നിട്ട് അത് ഫോണ്ട് വെയിറ്റ് ഡോട്ട് 400 കൊടുക്കാം. W400. ഓക്കെ, ഞാൻ Ctrl+S അടിക്കുമ്പം കുറച്ചും കൂടെ ഒരു തിന്നറായിട്ട് വരും. ഓക്കെ, നമ്മുടെ UI സാധാരണ വാട്സപ്പിൻ്റെ UI പോലെ തന്നെ വരും. ഓക്കെ, അപ്പം നമ്മുടെ ടെക്സ്റ്റുകളായി. ഇനി നമുക്ക് ഇതിൻ്റെ അവസാനമുള്ള ഐക്കൺസ്, ഈ 3 ഐക്കൺസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എവിടെ ഡ്രോപ്പും ചെയ്ത് വെച്ചേക്കാം. നമുക്ക് കാണാം റിയൽ ടൈമായിട്ട് എങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കോളം കഴിഞ്ഞു. കോളത്തിന് പുറത്താണ് അത് വരുന്നത്. ഓക്കെ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ടൈറ്റിൽ ആക്ച്വലി കഴിഞ്ഞു. ഓക്കെ, ഇത് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആപ്പ് ബാറിൻ്റെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പം ആക്ഷൻസ് ഇതൊരു ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സ് ആണ് എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ സാധാരണ ഐക്കൺ ബട്ടൺസ് ആണ് കൊടുക്കുക. അപ്പം നമുക്കത് കൊടുക്കാം. ഐക്കൺ ബട്ടൺ, അവിടെ ഐക്കണും ചോദിക്കും, അതിൻ്റെ ഓൺ പ്രസ്ഡ് പ്രോപ്പർട്ടിയും ചോദിക്കും. അപ്പം നമ്മളൊരു ഓൺ പ്രസ്ഡ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അത് ബ്ലാങ്ക് ഒരു വോയിഡ് ഫംഗ്ഷനായിട്ട് കൊടുത്തേക്കുക. ഓക്കെ, കൊടുക്കാൻ പോകും. ഞാൻ ഇവിടെ അതാദ്യം ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഐക്കണിൻ്റെ അവിടെ നമ്മൾ ഐക്കൺ വിഡ്ജറ്റ് കൊടുക്കണം. അപ്പോൾ ആദ്യം വരുന്നത് ഒരു വീഡിയോ കോളിനുള്ള വീഡിയോ ക്യാമിൻ്റെ ഒരു ഐക്കണാണ്. അപ്പം ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു കളർ കൊടുക്കണം. അതിൻ്റെ സൈസും കൊടുക്കണം, കളറും കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കളർ കൊടുക്കാം. അതുപോലെ സൈസും കൊടുക്കാം, ഒരു 28. നമുക്കതെങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഐക്കൺ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് നോക്കിയാൽ ഇനി നമുക്ക് കോൾ ബട്ടൻ്റെ ഐക്കണും വേണം, പിന്നെ മോർ ഓപ്ഷൻസിൻ്റെ ആ ഒരു ഐക്കണും വേണം. ഓക്കെ, അപ്പം നമുക്ക് കൊടുക്കാം. അപ്പം ഇത് ഓൾമോസ്റ്റ് സെയിം കോഡ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഐക്കൺ മാത്രം മാറ്റി കൊടുക്കാം. ഇവിടെ വീഡിയോ ക്യാം അല്ല, ഐക്കൺസ് ഡോട്ട് ഫോൺ. ഓക്കെ, അതുപോലെ എലിപ്സിസ് ഇവിടെ വരണം. ഇവിടെ വെറും ഐക്കണിൽ അത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ക്യൂബർട്ടിനോ ഐക്കൺസിൽ തന്നെ പോകണം. എലിപ്സിസ് വെർട്ടിക്കൽ. ഓക്കെ, അപ്പം ക്യൂബർട്ടിനോ ഐക്കൺസ് സാധാരണ ഐക്കൺസ് ക്ലാസ്സിനേക്കാളും കുറച്ചും കൂടെ സൈസ് വലുതാണ് ജനറലി. അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ആപ്പ് ബാർ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബോഡിയിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ ആപ്പ് ബാർ മിനിമൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബോഡിയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ബോഡി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ UI എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം,
ബാക്ക്ഗ്രൗണ്ട് ഒരു ഫുൾ ഒരു ഇമേജാണ്. അപ്പോൾ നമുക്ക് അതിന് ഇമേജ് കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു കണ്ടെയ്നറിനകത്താക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മളൊരു കണ്ടെയ്നർ കൊടുക്കുക, സ്ക്രീനിൻ്റെ ഫുൾ വിഡ്ത്തും ഹൈറ്റും വെച്ചിട്ട്. ഓക്കെ, നമ്മളതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സ്ക്രീൻ വിഡ്ത്താണ്. അതുപോലെ ഹൈറ്റും ഓക്കെ. അത് കഴിഞ്ഞ് നമുക്കൊരു പാഡിങ് കൊടുക്കാം. ഒരു സിമെട്രിക് പാഡിങ് കൊടുക്കാം വെർട്ടിക്കലിൽ നിന്ന്. ഞാൻ ഇതൊന്ന് മിനിമൈസ് ചെയ്യുക. നമുക്കൊരു ഡെക്കറേഷൻ പ്രോപ്പർട്ടി കൊടുക്കാം. അപ്പോൾ അതിലായിരിക്കും നമ്മുടെ ഇമേജ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം ബോക്സ് ഡെക്കറേഷനാണ് എപ്പോഴും കണ്ടെയ്നറിൻ്റെ ഡെക്കറേഷൻ യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇമേജ് പ്രോപ്പർട്ടി കൊടുക്കാം. അപ്പോൾ ഇമേജ് എന്ന് പറയുന്നൊരു ഡെക്കറേഷൻ ഇമേജ് എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇമേജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇമേജ് പ്രൊവൈഡർ കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ അസറ്റ് ഇമേജസ് എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അസറ്റ് ഇമേജിൽ നമ്മൾ ഇമേജസ് /chat bg.png. ഓക്കെ, അപ്പം ഞാനിവിടെ പ്രോജക്ട്സിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഇമേജസിൽ ഇതുണ്ടോ, ഈ ഇമേജാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇത് മിനിമൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രോപ്പർട്ടീസ് കൊടുക്കാം. ഇപ്പം ഇവിടെ ഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം ആ ഇമേജ് വരേണ്ടത്. ഓക്കെ, ലേ ഔട്ട് ചെയ്ത് വരേണ്ടത്, അത് സൈഡിൽ നിന്ന് കുറച്ച് സ്പേസ് മാറിയാണോ അതോ സ്ട്രെച്ച് ചെയ്താണോ, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫിറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കവർ ചെയ്ത് നിൽക്കണം. ബോക്സ് ഫിറ്റ് ഈ കണ്ടെയ്നർ റിലേറ്റഡ് ആകുമ്പോൾ എല്ലാം ബോക്സിൻ്റെ കൂടെ ആയിരിക്കും. ഓക്കെ, ബോക്സ് ഡെക്കറേഷൻ, ബോക്സ് ഫിറ്റ്, ബോക്സ് ഷേപ്പ്, ബോക്സ് ഷാഡോ എല്ലാം അങ്ങനെയാണ്. ഓക്കെ, നമ്മളിവിടെ കവർ തന്നെ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ട്രയൽ എററിൽ വെച്ചേ നമുക്കിത് എല്ലാം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇമേജ് കൊടുത്തു, നമുക്കൊന്ന് നോക്കാം വന്നിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ എമുലേറ്റർ ഓപ്പൺ ആക്കി വെച്ചു. ഞാൻ കോമയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഞാൻ ഹോട്ടലിൽ ഓടിക്കുക. ഓക്കെ, നമ്മുടെ ഇമേജ് വന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ചാറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെസ്സേജസ് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴെ നമ്മുടെ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാനുള്ള ഫീൽഡും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. നമ്മളൊരു കണ്ടെയ്നർ, ഇതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറാണ്. ഓക്കെ, ഈ കണ്ടെയ്നറിൻ്റെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു കോളമാണ്. ഓക്കെ, കോളം വൈസ് ആയിരിക്കും കൊടുക്കുന്നത്. ചൈൽഡ് കോളം. ഓക്കെ, ഇതിൽ നമ്മൾ മെയിൻ ആക്സിസ് അതിൻ്റെ പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് സ്പേസ് അറൗണ്ട്. ഓക്കെ, സ്പേസ് അറൗണ്ട് എന്ന് പറഞ്ഞ വാല്യൂ. അതുപോലെ ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്ട്രെച്ച് പ്രോപ്പർട്ടിയിലാണ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളതിൻ്റെ ചിൽഡ്രൻ കൊടുക്കുക. ചിൽഡ്രൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു വിഡ്ജറ്റ്. ഓക്കെ, ഈ എക്സ്പാൻഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് സ്പേസ് വെച്ച് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം ഒരു ചൈൽഡിന് കുറേ സ്പേസ് കൂടുതൽ വേണം, മറ്റു ചൈൽഡിന് കുറച്ച് സ്പേസ് മതി, അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മൾ എക്സ്പാൻഡഡ് യൂസ് ചെയ്യുന്നത്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള, അതായത് ബാക്കി വരുന്ന സ്പേസ് മറ്റേ ചിൽഡ്രനും എടുക്കുന്ന സ്പേസ് ഒഴികെ ബാക്കി വരുന്ന ഫുൾ സ്പേസ് എടുക്കാൻ വേണ്ടിയാണ് ഈ എക്സ്പാൻഡഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എക്സ്പാൻഡഡിൻ്റെ കൂടെ ഒരു തൽക്കാലം നമുക്ക് എക്സ്പാൻഡഡ് കൊടുത്തിട്ട് ഒരു ലിസ്റ്റ് വ്യൂ ബിൽഡറാണ് കൊടുക്കുന്നത്. ഓക്കെ, ആ മെസ്സേജസ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്കത് അവിടെ കൊടുക്കാം. എന്തായാലും നിങ്ങളുടെ എറർ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് വ്യൂ ബിൽഡർ, ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ. ഓക്കെ, അപ്പോൾ ഐറ്റം ബിൽഡർ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ റിട്ടേൺ ചെയ്യണം. അപ്പം നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഇപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കണ്ടെയ്നർ റിട്ടേൺ ചെയ്യാം. ഓക്കെ,
അതിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, റിട്ടേൺ കീവേഡ് എഴുതണം. ഓക്കെ, നമുക്കിവിടെ ഇതിനു വേണ്ടി നമുക്ക് ഒരു ഇത് കൊടുക്കാം, അതായത് ഒരു കമ്പോണൻറ്റ് കൊടുക്കാം. അപ്പം നമുക്കിവിടെ മെസ്സേജ് ബബിൾസ് വരണം. ഓക്കെ, ഉണ്ടോ? ഇതുപോലെ ഓരോ മെസ്സേജും ഒരു ബബിളിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മെസ്സേജ് ബബിൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് നമുക്ക് അതൊരു കമ്പോണൻ്റായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്കത് ചെയ്യാം. പ്രോജക്ട്സിൽ പോയിട്ട് കമ്പോണൻസിൽ നമ്മൾ ഒരു പുതിയ കമ്പോണൻ്റ് ഉണ്ടാക്കുക. ന്യൂ മറ്റേ ഡാറ്റ് ഫയൽ കൊടുക്കുക, മെസ്സേജ് ബബിളിന് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ട് മെറ്റീരിയൽ ഡോട്ട് ആർട്ട് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഓക്കെ, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയതുകൊണ്ട് നമുക്കതിൽ എന്താ പറയുക, മെസ്സേജ് തൊട്ടാൽ ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, ആ മെസ്സേജിൻ്റെ സ്റ്റേറ്റ് അങ്ങനെ തന്നെ ഇരിക്കുന്നത്, മാറത്തില്ല. നമുക്കിവിടെ പേര് കൊടുക്കാം. അപ്പോൾ മെസ്സേജ് ബബിൾ എന്നാണ് നമ്മുടെ ആ വിഡ്ജറ്റിന് ഞാൻ കൊടുക്കുന്ന പേര്. ഓക്കെ, ആ ഒരു കണ്ടെയ്നറാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ മെസ്സേജ് ബബിൾ 2 പാരാമീറ്റേഴ്സ് സ്വീകരിക്കും. അപ്പം അതെന്ന് പറയുന്ന മെസ്സേജ്, നമുക്ക് ആദ്യം വേണ്ട മെസ്സേജ് എന്ന് പറഞ്ഞ പാരാമീറ്ററും, അതുപോലെ ഇതാരാ സെൻഡ് ചെയ്ത്, ഈ മെസ്സേജ് നമ്മുടെ ഫോണിൽ നിന്നാണോ സെൻഡ് ആയത് അതോ ബാക്കി അത് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളാണോ സെൻഡ് ചെയ്ത് എന്നുള്ള അതിന് വേണ്ടി അതറിയാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, കാരണം നമ്മൾ അതിനനുസരിച്ച് കളറൊക്കെ മാറുന്നുണ്ട്, കണ്ടോ? അപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ ഇത് നമ്മൾ സെൻഡ് ചെയ്ത മെസ്സേജ് ഒരു പച്ച കളറും അതുപോലെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ സെൻഡ് ചെയ്ത മെസ്സേജ് വെള്ള കളറിലുമാണ് വരുന്നത്. ഓക്കെ, അതിനനുസരിച്ച് അതിൻ്റെ ഓർഡർ കണ്ടോ? ഇവിടെ ഈ ഒരു നമ്മൾ സെൻഡ് ചെയ്തെല്ലാം ഒരു റൈറ്റ് സൈഡിലോട്ടും മറ്റേ ആൾ സെൻഡ് ചെയ്തെല്ലാം ലെഫ്റ്റ് സൈഡിലോട്ടും അലൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്മളിവിടെ പാരാമീറ്റേഴ്സ് കൊടുക്കുക. ഫൈനൽ സ്ട്രിങ് മെസ്സേജ്, അതുപോലെ ഫൈനൽ ബൂൾ ഇസ്മി. എന്നിട്ട് നമ്മളത് ഒരു കൺസ്ട്രക്ടർ ഇട്ട് കൊടുക്കുക. അപ്പം മെസ്സേജ് ബബിൾ അതിൻ്റെ കൺസ്ട്രക്ടറിനകത്ത് ദിസ് ഡോട്ട് മെസ്സേജ് ദിസ് ഡോട്ട് ഇസ്മി. ഓക്കെ, എന്നിട്ട് ടൈറ്റ് തന്നെ ഒരു സെമിക്കോളൻ കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെസ്സേജ് ബബിളിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചാറ്റ് റൂം സ്ക്രീനിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഇവിടെ റിട്ടേൺ കണ്ടെയ്നറിന് പകരം നമ്മൾ മെസ്സേജ് ബബിൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജ് ബബിളിൽ 2 പ്രോപ്പർട്ടീസ് ഉള്ള ഒന്ന് മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൊടുത്ത ഡേറ്റ ഡോട്ട് ചാറ്റ് മെസ്സേജസ്. ഡേറ്റ എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റാണ്, നമ്മൾ വാട്സപ്പ് ഡേറ്റയുടെ ഒബ്ജക്റ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ചാറ്റ് മെസ്സേജസ് ആണ് വേണ്ടത്. അപ്പോൾ ആ ചാറ്റ് മെസ്സേജസ് എടുക്കുക. എന്നിട്ട് അതിൽ തന്നെ നമുക്ക് നമുക്ക് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂസിൽ നമുക്ക് എലമെൻ്റ് അറ്റ് ഇൻഡെക്സ് ഡോട്ട് എലമെൻ്റ് അറ്റ് 0. അപ്പോൾ ആദ്യം വരുന്നത് നമ്മൾ മെസ്സേജ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ ഇസ്മി കൊടുക്കുക. ഇവിടെ നമ്മളത് 1 ആക്കി കൊടുത്താണ്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ എക്സ്പാൻഡഡ് വിഡ്ജറ്റ്. ഇനി അതുപോലെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പം അതിനു മുമ്പ് നമ്മൾ ലിസ്റ്റ് വ്യൂ ബിൽഡറിൽ നമ്മളെപ്പോഴും കൊടുക്കാൻ ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ സൈസ്. ഓക്കെ, നമ്മളിവിടെ ഇത് ഐറ്റം ബിൽഡർ കൂടാതെ നമ്മൾ ഇവിടെ ഐറ്റം കൗണ്ട് കൊടുക്കണം. ഓക്കെ, അതെന്ന് പറയുന്ന ഡേറ്റ ഡോട്ട് ചാറ്റ് മെസ്സേജസ് ഡോട്ട് ലെങ്ത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് ചൈൽഡ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഒരു റോ ആണ്. ഓക്കെ, റോയിൽ നമുക്ക് ഈ ഒരു സെക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഫീൽഡും അതുപോലെ സെൻഡും അതുപോലെ റെക്കോർഡിൻ്റെ ആ ബട്ടൺ പിന്നെ ഈ ടെക്സ്റ്റ് ഫീൽഡിലുള്ള ബട്ടൺസ് അതെല്ലാം നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു റോ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഇതൊന്ന് മിനിമൈസ് ചെയ്യുക. റോ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ
ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ സെൻറ്ററായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ചിൽഡ്രൻ കൊടുക്കുക. ആദ്യത്തെ ഒരു കണ്ടെയ്നറാണ്. നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കുമ്പം അതിന് വിത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇല്ല ടെക്സ്റ്റ് ഫീൽഡിൽ. അപ്പോൾ നമ്മളത് എപ്പോഴും ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് ചൈൽഡായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഈ കണ്ടെയ്നറിൻ്റെ വിത്ത് ആയിരിക്കും അപ്പോൾ ഈ ടെക്സ്റ്റ് ഫീൽഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു മാർജിൻ കൊടുക്കാം, ചെറിയൊരു മാർജിൻ. എഡ്ജ് സെറ്റ്സ് ഡോട്ട് ഓൺലി, നമുക്ക് ലെഫ്റ്റിൽ നിന്ന് ഒരു 8 കൊടുക്കാം. അതുപോലെ ടോപ്പിൽ നിന്ന് ഒരു 8 കൊടുക്കാം. ബോട്ടത്തിൽ നിന്ന് ഒരു 8 കൊടുക്കാം. റൈറ്റിൽ നിന്ന് ഒരു 6 കൊടുക്കാം. ഓക്കെ, അതായത് നമുക്ക് വിഡ്ത്ത് കൊടുക്കാം. വിഡ്ത്ത് എന്ന് പറയുന്നത് മീഡിയ ക്വയറി ഡോട്ട് ഓഫ് ബിൽ കോണ്ടെക്സ്റ്റ് ഡോട്ട് സൈസ് ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, അതിൻ്റെ ഒരു 0.8 നമുക്കൊരു 84% ഓഫ് വിഡ്ത്ത് മതി. അപ്പം 0.84. ഓക്കെ, എന്നിട്ട് ഒരു ഹൈറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു വിത്തിൻ്റെ തന്നെ ടേംസിൽ പറഞ്ഞാൽ മതി, അതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഒരുപാട് ഹൈറ്റിൻ്റെ ടേംസിലായാൽ ഒത്തിരി ചെറിയ വാല്യൂ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം വിത്തിൻ്റെ ടേംസിലാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം നമുക്കൊരു 10% കൊടുക്കാം, 0.1. പിന്നെ ഒരു പാഡിങ് കൊടുക്കാം. എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൺലി, റൈറ്റിൽ നിന്ന് ഒരു 10, ലെഫ്റ്റിൽ നിന്ന് ഒരു 5. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കൊരു ഡെക്കറേഷൻ പ്രോപ്പർട്ടി കൊടുക്കാം. ഇപ്പം ഇവിടെ നമ്മൾ ഡെക്കറേഷൻ എപ്പോഴും ബോക്സ് ഡെക്കറേഷനാണ് കണ്ടെയ്നറിൻ്റെ കേസിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ബോക്സ് ഡെക്കറേഷൻ്റെ കളർ നമ്മൾ വൈറ്റ് കൊടുക്കുക. അതുപോലെ ബോർഡർ റേഡിയസ് കൊടുക്കാം. ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് ബോർഡർ റേഡിയസ് ഡോട്ട് ഓൾ കൊടുക്കാം. അവിടെ റേഡിയസ് ഡോട്ട് സർക്കുലർ, ഒരു 20 കൊടുക്കാം. ഇത്രയും നമുക്ക് എങ്ങനെ ഇരിക്കുന്നൊന്ന് കാണാം. ഞാൻ ഹോട്ട് റീലോഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ കണ്ടെയ്നർ വന്നിട്ടുണ്ട്. ബോർഡർ റേഡിയസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഒരു കർവ്ഡ് ഒരു എന്താ പറയുക ഷാർപ്പ് എഡ്ജ് അല്ല. ഓക്കെ, കോർണറായിട്ട് നമുക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞ് അതിനൊരു റോ കൊടുക്കാം. അപ്പോൾ ഈ കണ്ടെയ്നറിൽ അകത്ത് നമ്മൾ ചൈൽഡായിട്ട് റോ കൊടുക്കാം. ഓക്കെ, ഈ റോയിൻ്റെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് സ്പേസ് ബിറ്റ്വീൻ. ഓക്കെ, ഡോട്ട് സ്പേസ് ബിറ്റ്വീൻ. ഓക്കെ, 10 നമുക്ക് ചിൽഡ്രൻ കൊടുക്കാം. ചിൽഡ്രൻ ആദ്യത്തെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഐക്കൺസ് ഡോട്ട് ഇമോജി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കളർ കൊടുക്കാം. കളർ എന്ന് പറയുന്ന ഒരു ഗ്രേ ആണ്. ഒരു ഷെയ്ഡും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സൈസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഐക്കൺ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ ഇരിക്കുന്ന. ഞാൻ എമുലേറ്റർ എടുക്കുക. ഓക്കെ, നമ്മുടെ ഐക്കൺ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി കൊടുക്കാം. ഐക്കൺ കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കാം. ഓക്കെ, അപ്പം ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് വീണ്ടും കൊടുക്കാം. കണ്ടെയ്നറിന് ഒരു മാർജിൻ ഉണ്ട്. എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൺലി, ടോപ്പിൽ നിന്ന് ഒരു 3.0 കൊടുക്കാം. ഓക്കെ, അതുപോലെ വിഡ്ത്ത് കൊടുക്കുക. മീഡിയ ക്വയറി സൈസ് ഡോട്ട് വിഡ്ത്ത്
ഒരു 55% കൊടുക്കാം. അതുപോലെ നമുക്കൊരു ഹൈറ്റ് കൊടുക്കാം, അതൊരു 0.1 തന്നെ കൊടുക്കാം. ഓക്കെ, സെയിം ഹൈറ്റ് കൊടുക്കുക. നമ്മൾ വിഡ്ത്തിന് പകരം ഹൈറ്റ് ആക്കുക. ഓക്കെ, കഴിഞ്ഞ് അതിൻ്റെ ചൈൽഡായിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കുക. അപ്പം ഈ ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ഫീൽഡ് കൺട്രോളർ വേണം. ഓക്കെ, അപ്പോൾ എന്നാലേ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് മെസ്സേജായിട്ട് അയക്കാൻ വേണോ, അല്ലെങ്കിൽ ആ മെസ്സേജ് പോകുമ്പം ആ ടെക്സ്റ്റ് ഫീൽഡ് അങ്ങ് ക്ലിയർ ആക്കാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ഒരു കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ അത് നമ്മളിവിടെ ആദ്യം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ബിൽഡ് മെത്തേഡിന് പുറത്തായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ടെക്സ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞ് കൊടുക്കാം. ടെക്സ്റ്റ് കൺട്രോൾ ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോൾ. ഓക്കെ, നമ്മളത് ഇനിഷ്യലൈസ് ചെയ്തു, നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തെങ്കിൽ റൺ ചെയ്യാൻ നേരത്ത് നമുക്ക് എപ്പോഴും എന്താ പറയുക, ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒരുപാട് മെമ്മറി കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ബിൽഡ് മെത്തേഡ് കഴിഞ്ഞിട്ട് ഇവിടെ വോയിഡ് ഡിസ്പോസ് എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഡിസ്പോസ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഈ സൂപ്പർ ഡോട്ട് ഡിസ്പോസിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ടെക്സ്റ്റ് കൺട്രോൾ, ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ വോയിഡ് ഡിസ്പോസ് ഒക്കെ എഴുതിയതുകൊണ്ട് നമുക്ക് ഈ ആപ്പ് ഒന്നേനെ തുടങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്ത് ചേഞ്ച് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും നമ്മളത് ആപ്പ് ഒന്നിന് റീലോഡിന് വരെ റീസ്റ്റാർട്ട് ചെയ്താലേ അത് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ അവിടെ കൺട്രോളർ കൊടുക്കുക, ടെക്സ്റ്റ് കൺട്രോൾ. എന്നിട്ട് നമ്മൾ കീബോർഡ് ടൈപ്പ് കൊടുക്കുക. അത് നമുക്ക് കീബോർഡ് ടൈപ്പ് കൊടുക്കാതിരിക്കാം, നിർബന്ധമില്ല അത് ആക്ച്വലി. പിന്നെ കേഴ്സർ കളർ കൊടുക്കുക, നമുക്കൊരു ടീൽ കളർ കൊടുക്കാം. ഓക്കെ, അതുപോലെ സ്റ്റൈൽ, ടെക്സ്റ്റൈൽ. ഈ ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ഫീൽഡിലോട്ട് ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ സ്റ്റൈലാണ് ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറിയാതെ ആപ്പ് ബാർ ക്ലിക്ക് ചെയ്തെന്ന് തോന്നുന്നു ഞാൻ. ഓക്കെ, ടെക്സ്റ്റൈൽ ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോൺ സൈസ് കൊടുക്കാം. ഫോൺ സൈസ് എന്ന് പറയുന്നത് ഒരു 20 ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഡെക്കറേഷൻ പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റും. ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് ആയതുകൊണ്ട് ഇൻപുട്ട് ഡെക്കറേഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻപുട്ട് ഡെക്കറേഷൻ. അതിനകത്ത് നമുക്ക് പല ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസും കൊടുക്കാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് ബോർഡർ വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബോർഡർ കൊടുത്തിട്ട് ഇൻപുട്ട് ബോർഡർ ഡോട്ട് നൺ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. ഓക്കെ, അതാണ് നമ്മുടെ ബോർഡർ. നമുക്ക് ബോർഡർ വേണ്ട. അതുപോലെ ഹിൻറ്റ് ടെക്സ്റ്റ് കൊടുക്കാം. നമ്മളിവിടെ ടൈപ്പ് മെസ്സേജ് അവിടെ നമ്മൾ ഹിൻറ്റ് ടെക്സ്റ്റിലവിടെ സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ടൈപ്പ് മെസ്സേജ് ഒരു 3 കുത്ത്. അതുപോലെ ഈ ഹിൻറ്റ് ടെക്സ്റ്റിന് ഒരു സ്റ്റൈൽ കൊടുക്കാം. അപ്പോൾ ഹിൻറ്റ് ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഹിൻറ്റ് സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ അതും ഒരു ടെക്സ്റ്റ് സ്റ്റൈലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഗ്രേ ആണ്. കളർ ഗ്രേ ഡോട്ട് ഷെയ്ഡ് 500 വേണ്ട, ഒരു 400 മതി. അത് കഴിഞ്ഞ് ഒരു ഫോൺ സൈസ് നമുക്ക് ഒരു 19 കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ഫീൽഡ് കഴിഞ്ഞു. ഇനി അത് അടുത്തതായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഈ കണ്ടെയ്നർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ഫീൽഡിൻ്റെ കണ്ടെയ്നർ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഐക്കൺ കൊടുക്കാം. ഐക്കൺ, ആ ഐക്കണിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫയൽ അറ്റാച്ചിൻ്റെ ഐക്കൺ കൊടുക്കാം. നമ്മളൊരു പേപ്പർ ക്ലിപ്പിൻ്റെ ഐക്കൺ കൊടുക്കുക. ഐക്കൺസ് ഡോട്ട് പേപ്പർ ക്ലിപ്പ്. ഓക്കെ, നമുക്ക് ഐക്കൺസ് ക്ലാസ്സിൽ അതില്ല, നമുക്ക് ക്യൂപിറ്റിനോ ഐക്കൺസ് തന്നെ വേണം. നിങ്ങൾ ക്യൂപിറ്റിനോ ഐക്കൺസ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ വരാം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ,
പേപ്പർ ക്ലിപ്പ്. ഓക്കെ, അതിൻ്റെ കളർ ഒരു ഗ്രേ കൊടുക്കുക. അതിനൊരു ഷെയ്ഡ് 500 തന്നെ കൊടുക്കാം. സൈസ് 27. ഓക്കെ, ഞാനിതിപ്പം റീലോഡ് ചെയ്താൽ ഫങ്ഷനാലിറ്റി ഞാൻ കൊടുത്തില്ല. ജസ്റ്റ് റീലോഡ് ചെയ്താൽ നമുക്കതിൻ്റെ ഇത് കണ്ടോ, നമ്മുടെ പേപ്പർ ക്ലിപ്പ് ഐക്കൺ വന്നിട്ടുണ്ട്, അതുപോലെ തീം ടെക്സ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൈസ്ഡ് ബോക്സ് കൊടുക്കാം. ഐക്കൺ. ഓക്കെ, സൈസ്ഡ് ബോക്സ് ഒരു വിഡ്ത്ത് നമുക്കൊരു 5 കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ അവിടെ ടെക്സ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ബേസ് ചെയ്താണ് ബാക്കിയുള്ള ഐക്കൺസ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് കൺട്രോൾ ഡോട്ട് ടെക്സ്റ്റ്, അപ്പം ആ ടെക്സ്റ്റ് കൺട്രോളിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഉണ്ടോ, അതായത് ആ വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അത് എന്നിട്ട് നമുക്ക് അതിൻ്റെ ട്രെയിലിംഗ് ആയിട്ടുള്ള സ്പേസസ് എല്ലാം നമ്മൾ കളയും, ട്രെയിലിങ്ങും ലീഡിങ് സ്പേസസ്. അപ്പോൾ അതിന് നമ്മൾ ട്രിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പം അത് നമ്മൾ എന്താ ഒന്നുമില്ലേന്ന് നോക്കും, ലൈക്ക് എന്താ പറയുക, അതൊരു എംപ്റ്റി സ്ട്രിങ് ആണോ എന്ന് നോക്കും, അല്ലെങ്കിൽ അത് നൾ വാല്യൂ ആണോ എന്ന് നോക്കും. ഓക്കെ, അതൊരു നൾ വാല്യൂ ആണോ നോക്കാം. ആണെങ്കിൽ നമ്മൾ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്തായിരിക്കും ബാക്കി കൊടുക്കുന്നത്. ഓക്കെ, ആണെങ്കിൽ നമുക്കൊരു ഐക്കൺ കൊടുക്കണം. ഐക്കൺസ് ഡോട്ട് ക്യാമറ. ഓക്കെ, അതിനൊരു കളർ കൊടുക്കുക. ഗ്രേ കൊടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ ഒരു ഷെയ്ഡ് കൊടുക്കാം 500. സൈസ് ഒരു 27 കൊടുക്കാം. ഓക്കെ, അപ്പം അതല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു സിമ്പിളായിട്ടൊരു കണ്ടെയ്നർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ നൾ വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ എംപ്റ്റി ആയിട്ടുള്ളൊരു കണ്ടെയ്നർ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡിനകത്തുള്ള കാര്യങ്ങളല്ല എന്ന് തോന്നുന്നു. അപ്പം നമുക്കൊന്ന് റണ്ണല്ല, ജസ്റ്റ് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ആകെ ബാക്കിയുള്ളത് ഈ മെസ്സേജസ് കൊടുക്കണം, അതുപോലെ നമുക്ക് ഈ അവിടുത്തെ സെൻഡ് ബട്ടൺ കൊടുക്കണം, സെൻഡും അതുപോലെ റെക്കോർഡിൻ്റെ ബട്ടൺ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കണ്ടെയ്നറിന് പുറത്ത് വരാം. ഓക്കെ, എന്നിട്ട് നമ്മളവിടെ ഒരു സർക്കിൾ അവതാർ കൊടുക്കാം. ആ സർക്കിൾ അവതാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ ആപ്പ് ബാറിൻ്റെ കളർ തന്നെയാണ്. നമുക്കത് കൊടുക്കാം. കളർ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ആ കളറിൻ്റെ ഷെയ്ഡിൽ. കൺട്രോൾസ് എടുക്കാം. ഓക്കെ, ചെറിയൊരു ലൈറ്റ് കളറാണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 23 കൊടുക്കാം. അതുപോലെ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറിൻ്റെ ബേസ് ചെയ്തായിരിക്കും ഐക്കൺ മാറുന്നത്. ഓക്കെ, ടെക്സ്റ്റ് കൺട്രോൾ നേരത്തെ കൊടുത്ത അതേ സാധനം തന്നെ. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടോ ഈ ഒരു സെക്ഷൻ കൺട്രോൾ C കൊടുക്കുക. കൺട്രോൾ V, ഇത്രയും സ്പേസ് ഒന്നും വേണ്ട. ഓക്കെ, ഇപ്പോൾ ഇത് ജസ്റ്റ് മിനിമൈസ് ചെയ്യുക. ആണെങ്കിൽ വാല്യൂ ഇല്ല. വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ icons dot mic. ഓക്കെ, അതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇവിടെ ഞാൻ കോമ ഇട്ടിട്ട് കളർ കൊടുക്കുക. കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. അതുപോലെ സൈസ് നമുക്ക് 30 കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ഐക്കൺ ബട്ടൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഐക്കൺ എന്ന് പറയുന്നത് ഐക്കൺ ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കാം. നമുക്ക് കോൺട്രാസ്റ്റ് ഇതെല്ലാം താഴോട്ട് കൊണ്ടുവരാം. കോൺട്രാസ്റ്റ് നമ്മളിവിടെ ആക്ച്വലി ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇപ്പം നമുക്ക് വോയിഡ് ഫംഗ്ഷനായിട്ട് കൊടുക്കാം. നമുക്ക് മെസ്സേജ് ബബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഫംഗ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഐക്കൺസ് എന്ന് പറയുന്നത്
ഐക്കൺസ് എന്ന് പറയുന്ന സെൻഡ് ബട്ടൺ. അപ്പം ഐക്കൺസ് ഡോട്ട് സെൻഡ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കളർ റൗണ്ടായിട്ട് കൊടുക്കുക. കളറ് ഇവിടെ നമ്മൾ ഐക്കൺസ് അല്ല കൊടുക്കേണ്ട, ഐക്കണായിരുന്നു. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ കളർ വൈറ്റ് കൊടുക്കുക. ഓക്കെ, അതുപോലെ നമുക്കിവിടെ നമ്മുടെ ഓൺ പ്രസ്റ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓൺ പ്രസ്റ്റിൻ്റെ അവിടെ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഫങ്ഷനാലിറ്റി ചെയ്യുക. അപ്പോൾ നമ്മൾ കൺട്രോൾ V കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇത് വേണ്ട ആക്ച്വലി, സോറി. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് ഇത് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മെസ്സേജിലോട്ട് ഇത് പോകണം. ഓക്കെ, അപ്പം നമ്മൾ ഡേറ്റ ഡോട്ട് ചാറ്റ് മെസ്സേജസ്, അതാണല്ലോ നമ്മുടെ ആ ചാറ്റ് മെസ്സേജിൻ്റെ ആ ഒരു എന്താ പറയുക മാപ്പ്. ഓക്കെ, അപ്പോൾ ഈ മാപ്പിലേക്ക് നമ്മൾ അടുത്ത മെസ്സേജായിട്ട്, പുതിയ മെസ്സേജായിട്ട് നമ്മളുടെ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ചാറ്റ് മെസ്സേജ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, ഡേറ്റ ഡോട്ട് ചാറ്റ് മെസ്സേജ് ഡോട്ട് ലെങ്ത്. ഓക്കെ, അതെന്ന് പറയുന്നത് ആ വാല്യൂ, ആ പുതിയ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളിൻ്റെ ടെക്സ്റ്റാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി നമുക്കൊരു ലിസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ടാണ് ആ ഇഷ്യൂ വന്ന് നമുക്ക് ലിസ്റ്റിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ട്രൂ ആണ്. ഓക്കെ, അതായത് നമ്മളാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അത് കൊടുക്കുക. അതുപോലെ നമുക്കിത് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബട്ടൺ, അതായത് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ഫീൽഡ് ക്ലിയർ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കൺട്രോൾ ഡോട്ട് ക്ലിയർ കൊടുക്കാം. ഓക്കെ, അതൊരു ഫംഗ്ഷനാണ്, അതിൻ്റെ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അതുപോലെ നമുക്ക് സെറ്റ് സ്റ്റേറ്റ് വിളിക്കണം. ഈ സെറ്റ് സ്റ്റേറ്റ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഓവറോൾ UI സ്റ്റേറ്റ് മാറ്റും. ഓക്കെ, ബിൽഡ് മെത്തേഡ് ഒന്നേനെ ബിൽഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പം നമുക്കൊന്ന് പോർട്ട് റീലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഐക്കൺ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി മെസ്സേജസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മെസ്സേജസിന് നമ്മൾ മെസ്സേജ് ബബിൾ എടുക്കുമ്പം നമ്മൾ വെറുതെ ഒരു കണ്ടെയ്നർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് മെസ്സേജ് ബബിൾ ആക്കാം. ഓക്കെ, അപ്പം മെസ്സേജ് ബബിളിൽ നമ്മളൊരു കോളമാണ് കൊടുക്കുന്നത്. ഓക്കെ, റിട്ടേൺ കോളമാണ്. ആ കോളത്തിനകത്ത് നമ്മൾ ചിൽഡ്രൻ കൊടുക്കും. അപ്പോൾ ചിൽഡ്രൻ എന്ന് പറയുന്നത് റോ ആയിരിക്കും. റോ വൈസാണ് ഓരോ ചൈൽഡും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിൽഡ്രൻ റോ വൈസ് ഓരോ റോയിൽ ഓരോ മെസ്സേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ചിൽഡ്രൻ എന്ന് പറയുന്നത്, ഓക്കെ, അതിന് മുമ്പ് നമുക്ക് റോയിൽ നമുക്ക് അലൈൻമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇവിടെ ഇസ്മി വിഡ്ജറ്റ് ഡോട്ട് isme equal to അല്ല, isme മാത്രം. ഓക്കെ, isme ആണെങ്കിൽ, അതായത് ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂ, ഫോൾസ് ആണെങ്കിൽ വേറെ വാല്യൂ. അപ്പോൾ നമ്മളിവിടെ ഇവിടെ പ്രോപ്പർട്ടി കൊടുത്തില്ല, സോറി, നമ്മൾ മെയിൻ ആക്സസ് അലൈൻമെൻ്റ് ആണ് മാറ്റുന്നത്. ഓക്കെ, മെയിൻ ആക്സസ് അലൈൻമെൻറ്റ് അത് നമ്മളാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ എൻഡി വരും. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാർട്ട് വരും. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ വിഡ്ജറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണ്ട. ഓക്കെ, ആരും പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ചിൽഡ്രൻ കൊടുക്കാം. ഇവിടെ ഒറ്റ ചൈൽഡേ ഉള്ളൂ ആക്ച്വലി. അവിടെ നമ്മളൊരു കണ്ടെയ്നർ കൊടുക്കാം. ആ കണ്ടെയ്നറിന് ഒരു മാർജിൻ ഉണ്ട്. ആ മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ എഡ്ജ് ഇൻസെറ്റ്സ് കുറച്ച് കൊടുക്കുക.
സിമെട്രിക് മാർജിൻ കൊടുക്കാം. ഹൊറിസോണ്ടലിൽ നമുക്ക് ഒരു 8 കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കൺസ്ട്രെയിൻസ് കൊടുക്കാം. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഇതിനും ഒരു മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂവിന് ഇടയ്ക്കായിരിക്കണം നിൽക്കേണ്ട. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഇവിടെ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ സാധാരണ കണ്ടെയ്നർ കൊടുക്കുന്ന പോലെ എല്ലാം ബോക്സ് വെച്ചായിരിക്കും. അപ്പോൾ ബോക്സ് കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞ് കൊടുക്കാം. അതുപോലെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് മീഡിയ ക്വയറി വെച്ചു. മീഡിയ ക്വയറി ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് സൈസ് ഡോട്ട് വിഡ്ത്ത് സ്റ്റാർ ഒരു 70% വിഡ്ത്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പാഡിങ് കൊടുക്കാം. കൺസ്ട്രെയിൻസ് ആയി മാർജിനുമായി. ഓക്കെ, നമുക്ക് കുറച്ച് പാഡിങ് കൂടെ കൊടുക്കാം. പാഡിങ് എന്ന് പറയുന്നത് എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് സിമെട്രിക് എന്നതും ഹൊറിസോണ്ടലിൽ നിന്നൊരു 5, വെർട്ടിക്കൽ നിന്നൊരു 3. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കൊരു ഡെക്കറേഷൻ പ്രോപ്പർട്ടി കൊടുക്കാം. ബോക്സ് ഡെക്കറേഷൻ. അതിൽ നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ കളർ ഇസ്മി ബേസ് ചെയ്താണ്. ഇസ്മി ട്രൂ ആണെങ്കിൽ നമ്മൾ പച്ച കളർ, അല്ലെങ്കിൽ വൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കളർ 0xFF എന്നിട്ട് ഒരു വാല്യൂ കൊടുക്കുക. CCFBC6. അപ്പോൾ അതാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പം ആ ഒരു ലൈറ്റ് ഗ്രീൻ കളർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം ആ കളറ്. ഓക്കെ, അല്ലെങ്കിൽ വൈറ്റ്. ഓക്കെ, എന്നിട്ട് അതിനൊരു ബോർഡർ റേഡിയസ് കൊടുക്കുക. ബോർഡർ റേഡിയസ് ഡോട്ട് ഓൾ റേഡിയസ് ഡോട്ട് സർക്കുലർ നമുക്കൊരു 10 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചൈൽഡ് നമുക്ക് ചൈൽഡ് കൊടുക്കാം. കണ്ടെയ്നറിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റാണ്. ഓക്കെ, അപ്പം ടെക്സ്റ്റ് അതായത് നമ്മൾ മെസ്സേജ്. ഓക്കെ, എന്താണ് നമ്മൾ കൊടുത്ത മെസ്സേജ്. അതുപോലെ ആ മെസ്സേജ് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുക്കാം. സോഫ്റ്റ് റാപ്പ്, അതായത് അതിൻ്റെ എന്താ ഒരു ലൈൻ കഴിഞ്ഞങ്ങ് പോയി അത് ഹൊറിസോണ്ടൽ മാത്രമല്ല, അതായത് ഈ വിഡ്ത്തിനേക്കാളും കടന്നു പോവുകയാണെങ്കിൽ അത് അടുത്ത ലൈനിലായിട്ട് വരാം. ഓക്കെ, സോഫ്റ്റ് റാപ്പ് നമ്മൾ ഹൈറ്റിന് കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടില്ല. ഹൈറ്റ് എത്ര വേണമെങ്കിലും ആവാം. അപ്പം അതിനനുസരിച്ച് ഹൈറ്റ് മാറി വരും. അപ്പം ഇവിടെ നമ്മൾ ട്രൂ കൊടുക്കാം. സാധാരണ ഗതിയിൽ ഇത് ഫോൾസ് ആയിരിക്കും. അപ്പം ഹൊറിസോണ്ടലായിട്ടേ വരത്തുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. ടെക്സ്റ്റൈൽ. എന്നിട്ട് കളറ് നമ്മൾ ബ്ലാക്ക് തന്നെ. പിന്നെ ഒരു ഫോണ്ട് സൈസ് കൊടുക്കാം. ഇപ്പോൾ ഫോണ്ട് സൈസ് നമുക്കൊരു 18 കൊടുക്കാം. ഓക്കെ, അതിന് ഏറ്റവും അവസാനം ഒരു സൈസ്ഡ് ബോക്സ് കൊടുക്കാം. റോ കഴിഞ്ഞു. ഹൈറ്റ് ഒരു 8 കൊടുക്കാം. ഓക്കെ, നമുക്കിത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നമ്മുടെ അതിൽ കുറച്ച് ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്തിരുന്നു. അപ്പം നമുക്ക് ആ ഫങ്ഷണാലിറ്റീസ് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്നേനെ ആപ്പ് റീലോഡ് ചെയ്യുവാണ്. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യുക. ഓട്ടോ റീസ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ആബി വില്യം വേണമെങ്കിൽ വില്യം ആൻഡേഴ്സ് ആണെങ്കിൽ അതെടുക്കാം. അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മൾ ഈ സ്ക്രീൻ തന്നെ കാണുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്താൽ അത് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് വയ്ക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ കീബോർഡ് പോപ്പ് ചെയ്ത് വരും. ഞാൻ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുക. അപ്പം ഞാനുണ്ടോ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഐക്കൺ മാറി സെൻഡിൻ്റെ ഐക്കണ്. ഓക്കെ, അപ്പം ഞാൻ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ ആ മെസ്സേജ് സെൻഡായി. ഓക്കെ, അപ്പം ഞാൻ ഒരു മെസ്സേജും കൂടെ സെൻഡ് ചെയ്യുക. ഓക്കെ, മെസ്സേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ
ടിക്ക് കൊടുക്കുക, നമ്മൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉണ്ട് അത് നമ്മൾ സെൻഡ് ചെയ്യുമ്പം ആ മെസ്സേജിൻ്റെ ആ ടെക്സ്റ്റ് ഫീൽഡ് ക്ലിയർ ആവുന്നു, അതുപോലെ അതിൻ്റെ ഐക്കൺസ് എല്ലാം തിരിച്ച് അതുപോലെ ആവുന്നു, നമ്മൾ മെസ്സേജ് സെൻഡും ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ചാറ്റ് റൂം സ്ക്രീൻ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ വാട്സപ്പ് UI. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് നോക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പം അതുപോലെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെന്നും വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കാം. പിന്നെ അതുപോലെ ഞങ്ങൾ അടുത്തതായിട്ട് ഒരു കാൽക്കുലേറ്റർ UI ആയിരിക്കും ചെയ്യുന്നത്. അതായത് കാൽക്കുലേറ്റർ UI മാത്രമല്ല, ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ആപ്പ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൽ ഞങ്ങൾ 2 UI ആണ് നോക്കുന്നത്. അതായത് ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ UIയും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ടാമത്തെ UI ചാലഞ്ച് ആയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ ആ ചാലഞ്ചിന് ഒരു ചെറിയ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ആ ചാലഞ്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് തീർച്ചയായും ജോയിൻ ചെയ്യുക. അപ്പം അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും അതിനുവേണ്ടി റെഡി ആയിരിക്കുക. അപ്പം എല്ലാവർക്കും നന്ദി, ബൈ.